പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രശ്നമാണ്. തീർച്ചയായിട്ടും എന്നും പുരുഷ കേന്ദ്രീകൃതമായ ഒരു സംവിധാനമായിരുന്നു വീട്ടിലുള്ളത്. ഇപ്പൊ മാറി വരുന്നു അല്ലേ? സാജുവിന്റെ ഒരു അവസ്ഥ എങ്ങനെയാ? അല്ല, നമ്മൾ ഭരിക്കുകയല്ലേ ചെയ്യണം, നമ്മളവരെ നയിക്കുക ചെയ്യണം. ഭരിക്കുമ്പോഴാ പ്രശ്നം. നയിക്കാൻ നിൽക്കണ്ടെന്നാ അവര് പറയുന്നത്. അല്ല, നയിച്ചാൽ കുഴപ്പമുണ്ടാവില്ല. നയിക്കാൻ നിൽക്കണമെന്നുണ്ടേ നമ്മളിപ്പോ എന്റെ കയ്യിൽ നിന്ന് 1000 രൂപ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും പിടിച്ചു വെക്കും. ഇവരെന്നൊക്കെ ഒരു 1000 രൂപ പോയി കഴിഞ്ഞാൽ അപ്പൊ തലയിറങ്ങി വീഴും, പ്രശ്നമാവും. അത്ര നമുക്ക് എന്താ പറയുമ്പോ അത് ഒരു നയിക്കുന്ന ആളെപ്പോഴും നമ്മൾക്കൊരു ബലം ഉണ്ടാവുന്ന ആളായിരിക്കണം. വീട്ടിലൊരു അധികാര വിഭജനം ഉണ്ടോ? അതായത് സമ്പദ് വ്യവസ്ഥയും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഭാര്യ നോക്കും, പൊതുഭരണം, ആഭ്യന്തരം, അയൽദ്രോഹം ഇതൊക്കെ നമ്മൾ നോക്കും. അങ്ങനെ അല്ല, ഞങ്ങൾ കോമൺ ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ എല്ലാം തീരുമാനിക്കുന്ന അങ്ങോട്ട് സംസാരിച്ചിട്ടൊക്കെ. ധനശേഖരണം ആരാ പണം ഉണ്ടാക്കുന്നത്? അല്ല, ശേഖരിക്കാൻ നമ്മൾ തന്നെയാണല്ലോ ഉള്ളത്. ജോലിക്ക് ശേഖരിക്കുന്നില്ലയോ? ശേഖരിക്കണ്ട, എന്റെ നിന്ന് ശേഖരിക്കും, അത്രേ ഉള്ളൂ അല്ലേ? അല്ല, പൊതുവെ നമ്മളിപ്പോ ഞാനാണ് വീട്ടിൽ ജോലിക്ക് പോണത്, അപ്പൊ ശേഖരണം മുഴുവനും ഞാനാ. ഈ നമ്മൾ ജോലിക്ക് പോയി ഇങ്ങനെ പണം കാര്യമായിട്ട് സ്വരൂപിക്കുന്ന കാലവും ചിലപ്പോൾ നമ്മുടെ കരിയറിൽ ഇറക്കങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, കയറ്റം ഉണ്ടാവും. തീർച്ചയായും. അപ്പൊ ഈ ഇറക്കത്തിൽ എങ്ങനെയാ ഈ പൊതുവ്യവസ്ഥ പൊതുവെ? അല്ല, ഇറക്കത്തിലാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കണത്. ഉണ്ട്, ഇറക്കത്തിലാ സപ്പോർട്ട് ചെയ്തേക്കണത്. കയറുമ്പോഴോ? കയറ്റം വരുമ്പോഴത്തേക്ക് ഒന്നും പൊടിക്ക് അടങ്ങാൻ എന്നോട് പറയുള്ളൂ. അടങ്ങിക്കോളൂ, ഇത്രയും വേണ്ട. നമ്മൾ നമ്മുടെ റൂട്ട് ക്ലിയർ ചെയ്ത് പറഞ്ഞ അവര് തന്നെ. അതല്ലേ? ഓക്കെ. ഈ ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ, അതായത് സ്ത്രീകൾക്ക് നല്ല സെക്യൂരിറ്റി ഉണ്ടാകുന്ന ഒരു കാലം. സെക്യൂരിറ്റി മീൻസ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അതാണല്ലോ ഏറ്റവും പ്രധാനം. അത് കാശുണ്ടെങ്കിലേ കാര്യമുള്ളല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു വ്യവസ്ഥയിൽ സാജു നവോദയ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവ് ചെറുതായിട്ടൊന്ന് ഇറങ്ങി നിൽക്കണം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അല്ല, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം, കൂടെ അഭിപ്രായങ്ങൾ ചോദിക്കും. ഞാൻ എന്തിനും അഭിപ്രായം ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അഭിപ്രായമൊക്കെ ചോദിക്കൂ. തീർച്ചയായിട്ടും. ലക്ഷ്മി, ഇതൊക്കെ സത്യമാണോ ഈ സാജു പറയുന്നത്? സത്യമാണ്. ആണോ? നിങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നു? പ്രണയം വല്ലതും ആയിരുന്നോ? ഇല്ല, ഒളിച്ചോട്ട് വരുന്നു. അത് ഒളിച്ചോടിയോ? നേരെ എങ്ങോട്ട് ഓടി? നേരെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അവിടെ കുറച്ച് ദിവസം നിന്നോ? അവിടെ കുറച്ച് ദിവസം അല്ല, അവിടെ നിന്ന് ഒരു ചെറിയ രീതിയിൽ ഒരു കല്യാണം കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ മാരേജ് ചെയ്തു. പിറ്റേ ദിവസം രജിസ്റ്റർ മാരേജ് ചെയ്തു. പ്രസാദേ, എങ്ങനെയാ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? ലക്ഷ്മി, പ്രസാദിനെ ഒന്ന് നേരെയാക്കുന്നില്ല. പ്രസാദ് ഇത്തിരി ഒരു ശാന്തനായി കാണുന്നു. വളരെയധികം ശാന്തനായി സാർ. ആണല്ലേ? അശാന്തിയുടെ പ്രതീകമായിരുന്നു. ഇപ്പൊ തകർത്തോ? ഇപ്പൊ ഒരുപാട് പൊടിക്കാൻ അടക്കി. ഓക്കെ. ഇത് പ്രസാദേ, പ്രശ്നമാണല്ലോ. പണം ചെലവാക്കുന്നതില് സാജു പറഞ്ഞ പോലെ ബോധം കെട്ട് വീഴുന്ന കേസാന്നു. ഉറപ്പായിട്ടും ആന്നല്ലേ? ഇതിലൊരു സമാനതകളുണ്ട് അല്ലേ? ഓക്കെ. അതുകൊണ്ട് അധികം പൈസ വീട്ടിൽ അങ്ങനെ വെക്കാറില്ല.